പഴയ ആശുപത്രി കെട്ടിടമായിരുന്നില്ല. 2022 നിർമ്മാണ പ്രവർത്തനം തുടങ്ങി 23 അത്യാഹിത വിഭാഗം അവിടേക്ക് മാറ്റിയ ഒരു ഏറ്റവും പുതിയ 6 നില കെട്ടിടമാണ്. മറ്റു വിഭാഗങ്ങളെല്ലാം അവിടേക്ക് മാറ്റുന്നതിനിടയിലാണ് ഇത് അത്യാഹിത വിഭാഗത്തിൽ ആപത്തൊഴിവാക്കാൻ സംവിധാനമില്ലേ എന്ന സുപ്രധാനമായ ചോദ്യം വരുന്നത്. ഫയർ എക്സിറ്റ് സംവിധാനം ഇല്ലേ? 195 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ട് അവിടെ അതിനുള്ള സംവിധാനമില്ല, സുരക്ഷാ ക്രമീകരണം ഇല്ലാതെയാണോ ഈ കെട്ടിടം പണിതത് എന്ന ചോദ്യമാണ്. വഴിയില്ല എന്ന സ്ഥിതി. ചികിത്സയിലായിരുന്ന 5 പേർ ഒരേ സമയം എങ്ങനെ മരിച്ചു എന്നതാണ് സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യം. ഇപ്പോൾ മരണ അവസ്ഥയിലാണ് അവരെ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോഴും എങ്ങനെ ഈ 5 മരണം സംഭവിച്ചു എന്നത് സംശയങ്ങൾക്ക് തീർച്ചയായും കൃത്യമായൊരു മറുപടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. നമുക്ക് ഇംതിയാസ് കരീമിലേക്ക് കൂടി പോകാം. ഇംതിയാസ്, അവിടെ ഈ പഴയ കാഷ്വാലിറ്റിയിൽ നിന്ന് 2021 മാർച്ചിലാണ് ഈ പുതിയ മാറ്റിയത്. 6 നിലയുണ്ട്. ഏറ്റവും താഴത്തെ നിലയിൽ അത്യാഹിത വിഭാഗം, അതിന് മുകളിലായി ന്യൂറോളജി, അങ്ങനെ മറ്റ് വിഭാഗങ്ങളാണ്. എല്ലാ വിഭാഗങ്ങളും ഈ പുതിയ ആശുപത്രി കെട്ടിടത്തിലേക്ക് എത്തിയിട്ടില്ല. 2ാമത്തെ നിലയിൽ ഗ്യാസ്ട്രോളജി, 3ാമത്തെ നിലയിൽ യൂറോളജി, 4ാമത്തെ നിലയിൽ ന്യൂറോളജി, ഇങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മറ്റ് വിഭാഗങ്ങളൂടെ ഇവിടേക്ക് എത്തിക്കാൻ, പുതിയ കെട്ടിടമല്ലേ അവിടേക്ക് മാറ്റാമെന്ന് ആലോചിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകും. പഴയ കാഷ്വാലിറ്റിയിലേക്ക് വീണ്ടും ആളുകളെ മാറ്റിയിരിക്കുകയാണ്. ഇംതിയാസ്, എന്താണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി? കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമായിട്ടുണ്ടോ? ഇപ്പോൾ പുതിയതിൽ കുറച്ചുകൂടി വിപുലമായ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിച്ചു വന്ന ശേഷം വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതി എങ്ങനെയാണ്? ആ പഴയ കാഷ്വാലിറ്റിയുടെ അവസ്ഥ, ഒപ്പം പുതിയ ഇടത്തിന് എപ്പോൾ മുതൽ വീണ്ടും അതൊരു പ്രവർത്തന സജ്ജമായ രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്? രതീഷ്, ദിവിഷ് മണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആരോപണങ്ങളും ബന്ധുക്കളുടെ ആരോപണങ്ങളും പരാതികളും ഒക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം അത് സുഗമമായ രീതിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം മണിക്കൂറുകളായിട്ട് പുതിയ കാഷ്വാലിറ്റിയിൽ അതിന്റെ പ്രവർത്തനം നിലച്ച സാഹചര്യമാണുള്ളത്. ഇന്നലെ രാത്രിയിൽ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ബീച്ച് ആശുപത്രിയിലേക്കും തൊട്ടടുത്ത് എല്ലാം ഒരു 5-10 മിനിറ്റ് സഞ്ചരിച്ചാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്കൊക്കെ മാറ്റാൻ സാധിച്ചു. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന അത്രത്തോളം സംവിധാനങ്ങൾ ഒരു പക്ഷേ ബീച്ച് ആശുപത്രിയിലൊന്നും ഒരു പക്ഷേ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പഴയ കാഷ്വാലിറ്റിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വരികയാണ്. ഇന്ന് തന്നെ അതിൻ്റെ ഒരു പൂർണ്ണമായ പ്രവർത്തനത്തിലേക്ക് അതിനെ എത്തിക്കാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പഴയ കാഷ്വാലിറ്റിയിൽ നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ പുതിയ കാഷ്വാലിറ്റിക്ക് മുൻവശത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ചില ആംബുലൻസുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഈ വിഷയമൊന്നും അറിയാതെ ഇങ്ങോട്ടേക്ക് വന്ന് മടങ്ങിപ്പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവരെയെല്ലാം ഇനി പഴയ കാഷ്വാലിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാഥമിക കാര്യം. ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം അങ്ങോട്ടേക്ക് എത്തി, ആംബുലൻസുകളെല്ലാം അങ്ങോട്ടേക്ക് എളുപ്പത്തിൽ എത്തിച്ച് രോഗികളെ അങ്ങോട്ടേക്ക് മാറ്റാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ബീച്ച് ആശുപത്രിയിലും മറ്റു സ്വകാര്യ ആശുപത്രികളിലുമൊക്കെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ കൂടെ ഇങ്ങോട്ടേക്ക് മാറ്റണമെന്നും ഈ അധികൃതർ പറയുന്നുണ്ട്.